പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ സുബ്രു ഇവിടുന്ന് യാത്രയാവുകയാണ്. 8.5 മാസം നമ്മളെ കൂടെ നിന്ന സുബ്രു ഇന്ന് ഇവിടുന്ന് പോവുകയാണ്. അപ്പോൾ രാവിലെ തന്നെ അവന് ഫുഡെല്ലാം കൊടുത്ത് റെഡിയാക്കി നിർത്തുകയാണ്. അവർ രാവിലെ തന്നെ കൊണ്ടുപോകാൻ എത്തുമെന്ന് പറഞ്ഞു. ഇന്നലെ വൈകുന്നേരമാണ് കച്ചവടമായത്. അവരിന്ന് രാവിലെ വരുമെന്ന് പറഞ്ഞു കൊണ്ടുപോകാൻ. അപ്പോൾ രാവിലെ അവന് ഫുഡൊക്കെ കൊടുത്ത് ചക്കയെല്ലാം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവന് 2 ചക്കയും കൊടുക്കണം. ബാക്കി ചക്ക അവർ പോകുമ്പോൾ അവർ വണ്ടിയിൽ തന്നെ കൊടുത്തു വിടണം. അവന് ആയിട്ട് അടുത്തത് അവനായിട്ട് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർ വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വെള്ളമെല്ലാം രാവിലെ ഇപ്പോൾ 6:30 മണി ആയതേ ഉള്ളൂ. അവന് നേരത്തെ വെള്ളമൊക്കെ കൊടുത്ത് റെഡിയാക്കി നിർത്താമെന്ന് വിചാരിച്ചു. ഒരു കുട്ടികളെല്ലാം നമ്മൾ 2 ആഴ്ച മുന്നേ കൊടുത്തായിരുന്നു. പിന്നെ കിട്ടിയ വില നമ്മൾ വീഡിയോ ലാസ്റ്റ് പറയുന്നതാണ്. എന്തായാലും ഇനിയിപ്പോൾ അവർ വരട്ടെ, വന്നിട്ട് നമുക്ക് അവനെ കയറ്റി വിട്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, അങ്ങനെ അവരെത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ കയറഴിച്ച് അവരെ കൈ കൊടുക്കാനാണ് ഉള്ള തീരുമാനമാണ്. അവർക്ക് പേടിയാവുന്നവനെ കണ്ട് അവർക്ക് അവൻ ഇടിക്കാൻ വരുന്നത്. പക്ഷേ അവൻ ഇടിക്കാൻ വരുന്നതല്ല, അവൻ എല്ലാവരുടെയും കൈ അവൻ നക്കും. അതുകൊണ്ടാണ് അവൻ അങ്ങനെ നിൽക്കുന്നത്. അവനതേ ഉള്ളു. എന്നിട്ട് അവൻ ഇതുപോലെ ചിരിച്ച് കാണിക്കുക, അത്രയേ ഉള്ളു. അങ്ങനെ കണ്ടെല്ലാവരും വരിക അവൻ ഇടിക്കുമെന്ന്. പക്ഷെ അങ്ങനെയില്ല. അങ്ങനെ 8.5 മാസം നമ്മുടെ വീട്ടിൽ നിന്നിട്ട് ചെറുക്കൻ പോവുകയാണിന്ന്. പൈസയെല്ലാം കിട്ടി റെഡിയായി. നമ്മൾ ഒരു കയറും കൂടെ കൊണ്ടുവന്ന് 2 കയറിൽ ഇറക്കാമെന്നുള്ള ഇതിൽ നിൽക്കുകയാണ്. ഡബിൾ കയർ ഇടാമെന്ന് വിചാരിച്ചു. അവർ വണ്ടിയിൽ നിന്ന് കയറെടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. വന്നിട്ട് കയറൂടെ ഇട്ട് അവനെ പറഞ്ഞു വിടണം. ഇനിയും പെരുന്നാളിന് ഇനിയും ഒരു 10-45 ദിവസം കൂടി ഉണ്ട്. എന്തായാലും നമ്മൾ കല്യാണം ആയതുകൊണ്ടാണ്, പിന്നെ എൻ്റെ മകളുടെ കല്യാണം ഏപ്രിൽ 20 അപ്പോൾ അതുകൊണ്ടാണ് കൊടുത്തത്. അങ്ങനെ 2 കയറിട്ട് അവരെ കയ്യിൽ കയറ് കൊടുത്തിരിക്കുകയാണ്. കൈ പോവുകയാണ്. സംഭവം ഇവനെ കൊണ്ടുപോകുന്നത് എനിക്ക് കാണാനുള്ള ഭാഗ്യമില്ലാതായിപ്പോയി. കാരണം ഞാൻ ആ സമയത്ത് വേറെ സ്ഥലത്തായിരുന്നു. ഞാനില്ലായിരുന്നു. അപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത പിള്ളേരാണ്. അങ്ങനെ അവർ അതിനെ വണ്ടിയിൽ കയറ്റാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. അവന് നമ്മൾ ചോദിച്ചത് 1,50,000 രൂപയാണ്. 1,50,000 രൂപയാണ് ചോദിച്ചത്. അവർ 80, 85, 90 പറഞ്ഞ് നമ്മൾ കൊടുക്കൂലെന്ന് പറഞ്ഞ്, ലാസ്റ്റ് ഒരു കുറച്ച് കൊടുക്കൂലെന്ന് പറഞ്ഞ് അങ്ങനെ അവന് പോകാനൊരു മടിയായിട്ട് നിൽക്കുകയാണ്. പോട്ടെ അവനൊരു വിഷമം കണക്ക്. അങ്ങനെ സുബ്രു നമ്മൾ ഇന്ന് പോവുകയാണ്. സുബ്രു കുട്ടൻ ചരിച്ചിട്ട് അവ കയറണോ വേണ്ടത് ഇങ്ങനെ ആലോചിക്കുകയാണ്. അങ്ങനെ ഈ വർഷത്തെ പോത്ത് കച്ചവടം നമ്മളിവിടെ കഴിഞ്ഞിരിക്കുകയാണ്. മൂരിക്കുട്ടന്മാരെല്ലാം കൊടുത്തായിരുന്നു. 2 ആഴ്ച മുന്നേ കൊടുത്തായിരുന്നു. അവന് വണ്ടി കയറാനൊരു മടിയായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ 2 കയറിട്ട് വലിച്ചേരാൻ അവൻ കയറാനൊരു മടി കാണിക്കുന്നുണ്ട്. അവൻ കയറാൻ എൻ്റെ മോനാണ് അവൻ തട്ടി വിട്ടുകൊടുക്കുന്നത്. ഓക്കെ, അവൻ വണ്ടി കയറിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇവന് ഒരു തീർത്ത് കിട്ടണമെന്ന് പറഞ്ഞ് അവർ സംസാരിച്ച്, അപ്പോൾ അവർ പെരുന്നാൾ കച്ചവടത്തിനായിട്ട് വേണ്ടിയാണ്. അവർ 2 മാസം ഇട്ടിട്ട് പെരുന്നാളിനെ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞ് നമുക്ക് 95 രൂപ നമുക്ക് കിട്ടിയായിരുന്നു. 95,000 രൂപയാണ് നമുക്ക് ഈ പോത്തിന് കിട്ടിയ വില. കാരണം നമുക്ക് ഒരുപാട് ഇതിൽ നിന്ന് നോക്കാനും ടൈമില്ലായിരുന്നു. ഞാൻ പറഞ്ഞ കണക്ക് നേരത്തെ മോളെ കല്യാണം ഈ മാസം 20-ാം തീയതിയാണ്, ഏപ്രിൽ 20-ാം തീയതി ആയിരുന്നു. അപ്പോൾ നമ്മൾ കല്യാണം വിളിയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ അവനെ നോക്കാനുള്ള ടൈമില്ല, പിള്ളേരെ കയ്യിലൊന്നും നിൽക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവനെ കൊടുക്കാമെന്ന് വിചാരിച്ചത്. അല്ലെങ്കിൽ പെരുന്നാളടുപ്പിച്ചേ കൊടുക്കുള്ളായിരുന്നു. പെരുന്നാളടുപ്പിച്ചാൽ ഒരു 1,400 രൂപ തീർത്ത് കിട്ടുമായിരുന്നു. അതുകൊണ്ടാണ് കൊടുത്തത്. അല്ലെങ്കിൽ പെരുന്നാളിനെ കൊടുക്കുള്ളായിരുന്നു. എന്തായാലും 95 രൂപയ്ക്ക് കച്ചവടം ആക്കിയിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ട് അവർ വന്ന് അഡ്വാൻസ് തന്നിട്ട് പോയി. ബാക്കി പൈസ ഇന്നാണ് തന്നത്. അങ്ങനെ സുബ്രു ഇവിടെ നിന്ന് പോവുകയാണ്. സുബ്രു ഇനി പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പോത്തിനെ നമ്മൾ എടുക്കുന്നതാണ്. പോത്തും മൂരി കുട്ടന്മാരെയൊക്കെ എടുക്കുന്നതാണ്. അങ്ങനെ ഈ വർഷത്തെ പോത്ത് കച്ചവടം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്.
പക്ഷെ വണ്ടി കയറ്റിയപ്പോഴാണ് അവൻ്റെ ഒരു എന്താ പറയുക വലിപ്പം നമുക്ക് മനസ്സിലായത്. കെട്ടുമൂട്ടിൽ നിന്ന് തിന്ന് ഒരു 3-4 മാസം കൊണ്ട് വീട്ടിൽ തന്നെയായിരുന്നു അവനെ നിർത്തിയിരുന്നത്. പാടത്ത് കൊണ്ടുപോകില്ലായിരുന്നു. വീട്ടിൽ നിന്ന് ഫുഡ് അടിച്ച് നിന്നുകൊണ്ട് നമുക്ക് എപ്പോഴും കാണുന്നതുകൊണ്ട് അതിൻ്റെ വലിപ്പം അറിയത്തില്ലായിരുന്നു. എല്ലാവരും വന്ന് 90 രൂപയ്ക്ക് മേളിൽ പറഞ്ഞിട്ടില്ലായിരുന്നു. ഇവരാണ് 95 പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ കച്ചവടമാക്കിയത്. കാരണം എല്ലാവരും വന്ന് കണ്ട് പിന്നെ തീറ്റ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ ആയി വന്നായിരുന്നു. അങ്ങനെ സുബ്രു ബോബയാണ് 95 രൂപയ്ക്കാണ് കൊടുത്തത്. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഫേസ്ബുക്ക് പേജും എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു കിടിലൻ വീഡിയോയുമായി കാണാം. ഓക്കെ, ബൈ.